വചനാഗ്നിയാൽ മാനവരിൽ നിറയട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി. ആദുതൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ സ്നേഹിക്കപ്പെടുന്ന ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹമേ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നമുക്ക് വേണ്ടി ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്വം എടുക്കട്ടെ. വീണ്ടും ലൂക്കോസിൻ്റെ വിശേഷം 2-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാക്യം കൂടെ നമുക്ക് വായിച്ച് കേൾക്കാം. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഈ ലോകരക്ഷിതാവായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്ന് കന്യകമറിയാം അമ്മയുടെ ഉദരത്തിൽ ഉജാതം ചെയ്തതായ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് നമുക്ക് തന്ന വലിയ ഒരു രക്ഷയുണ്ട്. യേശുവിൻ്റെ ജനനം സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അല്പസമയം ചിന്തിക്കുകയാണ്. മാലാഖ പറയുന്നത് സകല ലോകത്തിനും ഉണ്ടാകാനുള്ള മഹാവലിയ രക്ഷയെ, മഹാവലിയ സന്തോഷത്തെ ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സർവജനത്തിനും ഉണ്ടാകാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. മാലാഖ വന്നാട്ടിടയന്മാരോട് വലിയ സദ്വാർത്ത അറിയിക്കുകയാണ്. ക്രിസ്തു എന്ന രക്ഷിതാവ്, മഹാവലിയ സന്തോഷമാണ് ക്രിസ്തുവിൻ്റെ ജനനമെന്ന് പറയുന്നത്. ആ ജനനം നടക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ്, 600 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനിൽ കൂടെ ദൈവം കൊടുത്തതായ ഒരു അരുളപ്പാടുണ്ടായിരുന്നു. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ലൂക്കോസിൻ്റെ വിശേഷത്തിൽ 2-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ഈ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. സകല ജാതികൾക്കും വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള രക്ഷയെ മാലാഖ വന്ന് ആട്ടിടയന്മാരോട് സുവിശേഷിക്കുന്നു. അത് മഹാവലിയ സന്തോഷമായിട്ട് അവരെ അറിയിക്കുകയാണ്. ഈ ലോകത്തിന് ലഭിക്കാനുള്ള, മനുഷ്യർക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ സന്തോഷം, മഹാവലിയ സന്തോഷം, അത് സുവിശേഷിക്കുകയാണ്. സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള രക്ഷ, രക്ഷകനായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശം. വയോവൃദ്ധനായ ശിമയോൻ പറയുന്നതായ വാക്കുകളാണ് നമ്മൾ ആദ്യം വായിച്ച് കേട്ടത്. 750ഓളം വയസ്സ് പ്രായമുള്ളതായ ഒരാളാണ് ശിമയോൻ. യെശയ്യാ പ്രവാചകൻ്റെ എഴുത്തുകാരനായ ശിമയോൻ ഓരോ പ്രവചനങ്ങളും എഴുതുന്നത് പ്രവാചകൻ പറയും, വിശ്വാസികൾ ആരെങ്കിലുമൊക്കെ എഴുതുന്ന ഒരു സിസ്റ്റമായിരുന്നു അധികം ഉണ്ടായിരുന്നത്. യിരെമ്യാ പ്രവാചകൻ്റെ എഴുത്തുകാരനായിരുന്നു ബാരൂക്ക്. പൗലോസ് അപ്പോസ്തലൻ്റെ എഴുത്തുകാരൻ സിൽവാനോസ്, സീലാസ് ആയിരുന്നു. പ്രവാചകന്മാർ പ്രവചനം പറയുകയും വിശ്വാസികളത് കേട്ട് ആരെങ്കിലും അത് എഴുതി വയ്ക്കുകയും ചെയ്യുന്നതായ ഒരു ക്രമീകരണമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് യെശയ്യാവ് പ്രവചിച്ചു കൊണ്ടിരുന്നത്.
ശിമിയോൻ എഴുതിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ശിമിയോൻ എഴുത്ത് നിർത്തുകയാണ്. നീ എന്താണ് എഴുത്ത് നിർത്താൻ കാരണമെന്ന് പ്രവാചകൻ ചോദിക്കുമ്പോൾ, ഒരിക്കലും സംഭവിക്കാൻ സാധ്യമല്ലാത്തത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എഴുത്ത് നിർത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാലത്തും ഒരു കാരണവശാലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം, മാനുഷിക ബുദ്ധിയിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തതായ ഒരു കാര്യം, അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. യെശയ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്നോ? പുരുഷനെ അറിയാത്ത ഒരു സ്ത്രീ, അവളാണ് കന്യകയായിരിക്കുന്നവൾ. അവൾ ഗർഭം ധരിക്കും. പുരുഷ സ്പർശനമേൽക്കാത്ത സ്ത്രീ ഗർഭം ധരിക്കും എന്നുള്ളതായ ഈ സന്ദേശം എങ്ങനെയാണ് എഴുതുക? എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് തന്ന വചനം ഇങ്ങനെയാണ്: നീ വചനം നിറവേറുന്നത് കാണുന്നതുവരെ മരണം ആസ്വദിക്കുകയില്ല എന്നാണ് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് കൊടുക്കുന്നതായ സംഭവം. നീ അത് കണ്ടിട്ട്, ആ ശിശുവിനെ കണ്ടിട്ട് മരിച്ചാൽ മതി എന്നുള്ളതാണ് പിന്നീട് ശിമിയോൻ ലഭിക്കുന്നത്. അന്നു മുതൽ ഈ ശിമിയോൻ യേശു കുഞ്ഞിനെ കാത്തിരിക്കുകയാണ്. കന്യക ഗർഭിണിയായി പ്രസവിച്ചുവോ എന്നറിയുവാൻ ആഗ്രഹിച്ച്, ഏറെ വയസ്സുള്ളവനായി, പ്രായമുള്ളവനായി, വല്ലാത്ത ഭാരത്തിലായി, എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി, ശരീരത്തിലിരിക്കാൻ വയ്യാത്ത വല്ലാത്ത അവസ്ഥയിൽ ഭാരപ്പെടുന്നതായ ശിമിയോൻ ഈ ദൈവത്തെ, ഈ രക്ഷയെ ഒന്ന് കാണാൻ വേണ്ടി ആഗ്രഹിച്ച് കൊതിച്ചുകൊണ്ട് ഓരോ ദിവസങ്ങളും കടന്നു പോവുകയാണ്. എന്നാൽ ഒരു ദിവസം പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു, നീ ആലയത്തിലേക്ക് പോയിക്കൊള്ളുക. ആലയത്തിലേക്ക് അത്ഭുത ശിശുവിനെയും കൊണ്ട് വരുന്നുണ്ട്. ദേവാലയത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുചെന്ന് ഇരുത്തുകയാണ്. ദേവാലയത്തിൻ്റെ ആഭിമുഖവാതിൽക്കൽ ഇദ്ദേഹം ഒരു പഞ്ഞിക്കൊട്ടയിലെന്നാണ് ചില പിതാക്കന്മാർ പറയുന്നത്. അവിടെ ഇരുന്നിരിക്കുന്നതായ സമയത്ത് വയോവൃദ്ധനായിരിക്കുന്ന ശിമിയോൻ ദൂരവെ നോക്കുമ്പോൾ സകല ലോകത്തെയും പ്രകാശിപ്പിക്കുന്ന സത്യപ്രകാശമായിരിക്കുന്നവൻ കടന്നു വരികയാണ്. കന്യകയുടെ കരതലങ്ങളിൽ എന്തിക്കൊണ്ടാണ് ഈ അത്ഭുത പ്രകാശം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്? അന്ധകാരത്തെ മാറ്റുന്നതായ, സകല ജനത്തെയും പ്രകാശിപ്പിക്കുന്നതായ സത്യപ്രകാശമായവനെയും കൊണ്ട് കടന്നു വരികയാണ് കന്യക മറിയാം അമ്മ. 40 ദിവസം മാത്രം പ്രായമുള്ളതായ ശിശുവിനെ ശിമിയോൻ തൻ്റെ കരങ്ങളിലേക്ക് വാങ്ങുകയാണ്. എന്നിട്ട് ദൈവത്തെ പാടി സ്തുതിക്കുകയാണ് അദ്ദേഹം. എന്നിട്ട് അവിടെ പറയുന്നതായ ഒരു വാക്യമാണ്, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ, നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ്. നിൻ്റെ രക്ഷയെ, സ്വർഗമൊരുക്കിയതായ, സകല മാനവജാതിക്കും വേണ്ടി ഒരുക്കിയതായ ദൈവീക രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ്. ഒരത്ഭുതകരമായ കാഴ്ചയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അദ്ദേഹം ആ ശിശുവിനോട് പറയുന്നത്, എന്നെ സമാധാനത്തോടെ വിട്ടയക്കണം. വർഷങ്ങളായി മരണം കൊതിച്ച് കിടക്കുകയാണ്. കാരണം ശരീരത്തിലിരിക്കാൻ വയ്യാത്ത വല്ലാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു പീസ്ഫുൾ ഡിപ്പാർച്ചർ, ഒരു സമാധാനത്തോടെയുള്ള ഒരു വേർപാട്, അത് സംഭവിക്കാനായിട്ട് വളരെ ആഗ്രഹത്തോടെ ഇരിക്കുന്ന അദ്ദേഹം ഈ അത്ഭുത ശിശുവിനോട് യാചിക്കുകയാണ്, നാഥ, ഇപ്പോൾ എന്നെ സമാധാനത്തോടെ വിട്ടയക്കണമേ. സമാധാനത്തോടെയുള്ള ഒരു വിടവാങ്ങൽ ഏതു മനുഷ്യനും ആഗ്രഹിക്കുന്നതായ ഒന്നാണ് സമാധാനത്തോടെയുള്ള വിടവാങ്ങൽ എന്ന് പറയുന്നത്. മരണം ഒരു യാഥാർത്ഥ്യമായിട്ട് എല്ലാ മനുഷ്യരെയും വന്ന് സ്പർശിക്കുന്ന ഒന്നാണ്, വന്ന് പുൽകുന്ന ഒന്നാണ്. മരിക്കാതിരിക്കത്തില്ല. എത്ര പേടിച്ചാലും പേടിച്ചില്ലേലും ആ പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് എല്ലാ മനുഷ്യരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ധനവാനും ദരിദ്രനും പാമരനും പണ്ഡിതനും ന്യായാധിപന്മാരും സകലമായ ആളുകളും ഓടിക്കൊണ്ടിരിക്കുന്നതായ ഒരു അനുഗ്രഹീത സ്ഥലമാണത്. ഒരു പീസ്ഫുൾ ഡിപ്പാർച്ചറിന് വേണ്ടി എല്ലാ ആളുകളും കൊതിക്കുകയാണ്. ഏതു മനുഷ്യനും ഒരിക്കൽ മരണത്തെ കണ്ടേ പറ്റുകയുള്ളൂ, അതിന് നേരിട്ടേ പറ്റുകയുള്ളൂ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ലോകത്ത് ജീവിക്കുന്ന
അനേക വിശുദ്ധന്മാർ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. ശ്രേഷ്ഠപിതാവായിരിക്കുന്ന ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ, സഭയ്ക്ക് വലിയ അനുഗ്രഹമായി നിലകൊണ്ട പുണ്യപുരുഷൻ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി, ദൈവസന്നിധിയിൽ മധ്യസ്ഥനായി തീർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലേക്കുള്ളതായ യാത്രയാണ് ഇവിടെ നടത്തേണ്ടത് എന്ന് അദ്ദേഹം പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്. ഒരു വലിയ ഒരുക്കമാണ് ഇവിടെ കിട്ടേണ്ടതെന്ന് അത്യുഗ്രവാഗ്മിയായിരിക്കുന്ന അദ്ദേഹം പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്. സുപ്രസിദ്ധ സുവിശേഷകനും ഗ്രന്ഥകാരനുമായ FB മേയർ മരിക്കാറായി കിടക്കുന്ന സമയത്ത് വിറയ്ക്കുന്ന കൈകളോടെ ഒടുവിലത്തെ എഴുതുകയാണ്. അത് ലിൻസഗ്ലഗ് എന്ന സുഹൃത്തിനാണ് അത് എഴുതി അയക്കുന്നത്. അദ്ദേഹത്തിന് എഴുതി അയക്കുന്നതായ എഴുത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ഐ ഹാവ് റേസ്ഡ് യു ടു ഹെവൻ. ഞാൻ നിന്നെ സ്വർഗതീരത്തെത്താൻ ഓട്ടം ഞാൻ അഭ്യസിപ്പിച്ചിട്ടുണ്ട് മകനെ. ഐ ആം ജസ്റ്റ് ഓഫ്. സീ യു ദയർ ലവ്. നിന്നെ എനിക്ക് അവിടെ വെച്ച് കാണാം. ഞാൻ നിന്നെ സ്വർഗത്തിലെത്താൻ ഓട്ടം അഭ്യസിപ്പിച്ചു. ഞാൻ അങ്ങോട്ടെത്താനായിട്ട് പോവുകയാണ്. അവിടെ വെച്ച് നമുക്ക് തമ്മിൽ കാണാം സ്നേഹത്തോടെ. FB മേയർ അദ്ദേഹം എഴുതുകയാണ്. പ്രിയപ്പെട്ടവരെ, സകല വിശുദ്ധന്മാരും അവരുടെ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് രക്ഷകനായ ക്രിസ്തുവിനെ കണ്ടെത്തിക്കൊണ്ടാണ്. ഒരു പീസ്ഫുൾ ഡിപ്പാർച്ചർ എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുള്ള സംഗതിയാണ്. ഇവിടെ നിന്ന് മരണം സംഭവിക്കുമെന്നുള്ളത് ആളുകൾക്കറിയാം. എന്നാൽ ഒരു പീസ്ഫുൾ ഡിപ്പാർച്ചർ, സമാധാനപരമായ ഒരു വിടവാങ്ങൽ അനേക ജീവിതങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ദൈവഭൃത്യന് സ്വർഗതീരത്തെത്തുമെന്ന് പൂർണ്ണമായി നിശ്ചയമുണ്ടായിരുന്നു. ശ്രേഷ്ഠ കാതോലിക്ക ബാവായ്ക്കും പൂർണ്ണമായി നിശ്ചയമുണ്ടായിരുന്ന ഒന്നാണ്. അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കുന്ന അദ്ദേഹം ആ നിറപടിയായ ആരാധനയിലൊക്കെ കണ്ണുനീരോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ വിശ്വാസ സമൂഹത്തിന് മറക്കാൻ വയ്യാത്തതാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു പൂർണ്ണ നിശ്ചയമുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ സംഭവിക്കുന്നത്. ജീവിതത്തിൽ ഒരു വലിയ പ്രാഗൽഭ്യമാണത്, ഒരു വലിയ അനുഗ്രഹമാണത്. ജീവിച്ച കാലം അനേകരെ സ്വർഗതീരത്തെത്തിക്കാൻ ഓട്ടമോടി, ഒരു ഭാഗ്യകരമായ ഓട്ടം, വലിയ തേജസ്സേറിയ സ്ഥലത്തേക്ക് എത്താനുള്ള അനുഗ്രഹകരമായ ത്യാഗപൂർണമായ ഓട്ടമോടി അക്കരെ നാട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 1910 ജൂൺ 5-ാം തീയതി അമേരിക്കൻ ചെറുകഥാകൃത്തായ ഹെൻറി മരണാസന്നനായി കിടക്കുമ്പോൾ നേഴ്സിനോട് ഒരു മെഴുകുതിരി ആവശ്യപ്പെടുകയാണ്. എന്തിനാണ് മെഴുകുതിരി എന്ന നേഴ്സിൻ്റെ ചോദ്യത്തിന് ഹെൻറി മറുപടി പറയുന്നത് ഇപ്രകാരമാണ്: ബിക്കോസ് ഐ ആം അഫ്രൈഡ് ടു ഗോ ഹോം ഇൻ ദ ഡാർക്ക് എന്നാണ്. എനിക്ക് ഇരുട്ടത്ത് വീട്ടിൽ പോകാനായിട്ട് പേടിയാണ്. സ്വന്തം വീട്ടിലേക്ക് പോകുന്നതായിട്ടാണ് മരണത്തെ ഹെൻറി കാണുന്നത്. അല്പസമയങ്ങൾ കഴിയുമ്പോൾ താൻ മരിച്ചു പോകുമെന്നും താൻ സ്വന്തം വീട്ടിലേക്ക് കടന്നു പോവുകയാണെന്നും ആ നേഴ്സിനോട് പറയുകയായിരുന്നു അദ്ദേഹം ഒരു മെഴുകുതിരി മേടിച്ചുകൊണ്ട്. ഒരു പീസ്ഫുൾ ഡിപ്പാർച്ചർ, ആ ഒരു സമാധാനപരമായ ആ വേർപാട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, ആ വേർപാട് സംഭവിക്കണമെങ്കിൽ ഈ ലോകത്ത് ആ മാലാഖ പറഞ്ഞ വചനം മനസ്സിലാക്കേണ്ടതുണ്ട്. സകല ലോകത്തിനുമുണ്ടാകാനുള്ള മഹാവലിയ സന്തോഷത്തെ സുവിശേഷിക്കുന്നു. കർത്താവായ യേശു എന്ന രക്ഷിതാവ്, സകല ലോകത്തിനും ഉള്ള രക്ഷ ഇതാ ജെറുസലേമിൽ ജനിച്ചിരിക്കുന്നു എന്നുള്ള ആ സദ്വർത്തമാനമാണ് കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആഗ്രഹം, ആ ഒരു രക്ഷ അനുഭവിച്ചുകൊണ്ടുള്ള ആഗ്രഹം, അതിൽ കൂടെയുള്ള ജീവിതം, എ പീസ്ഫുൾ ഡിപ്പാർച്ചർ, ഒരു അനുഗ്രഹകരമായ സമാധാനപരമായ ജീവിതത്തിലേക്കുള്ള ഓട്ടമായി അത് മാറും. 16 വയസ്സുള്ള ഒരു ബാലിക മരണത്തോട് അടുത്ത് കിടക്കുകയാണ്. ഒരു ദൈവ പൈതൽ ആ ബാലികയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, മരിക്കാൻ ഭയമുണ്ടോ കുഞ്ഞേ എന്ന് ചോദിച്ചു. അവൾ ഇങ്ങനെ പറയുകയാണ്, 12 വയസ്സ് മുതൽ, എൻ്റെ അമ്മ മരിച്ചത് മുതൽ ഞാൻ എൻ്റെ അപ്പന് വേണ്ടിയും എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഞാൻ ഒത്തിരി അധ്വാനിച്ചതാണ്.
ക്രിസ്തുവിന് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന വേദന എനിക്കുണ്ട് എന്നായിരുന്നു ആ കുഞ്ഞിൻ്റെ മറുപടി. ആ ദൈവ പൈതൽ ആ പെൺകുട്ടിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്യം എബ്രായർ 6-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല എന്നാണ് വായിച്ച് കേട്ടത്. ഒരു നിരീശ്വരൻ്റെ മകൾ മരണാസന്നയായി കിടക്കുകയായിരുന്നു. പേടിപ്പെടുത്തുന്ന ചില കാഴ്ചകളെല്ലാം കണ്ട് അവൾ ഭയാക്രാന്തയായി ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. മരണാസന്നയായി മരണത്തോടടുത്ത് കിടക്കുന്ന അവളുടെ മനസ്സിൽ വല്ലാത്ത ഭയത്തിൻ്റെ മേഖലകൾ കടന്നു വരികയാണ്. അപ്പൻ അവളെ ആസ്വദിപ്പിക്കാനും ശ്രദ്ധ മാറ്റുവാനുമായിട്ട് അവളോട് പറഞ്ഞു പ്രകൃതിയിലെ പൂക്കളെക്കുറിച്ച്. എത്ര തരം പൂക്കളാണുള്ളത്! മനോഹരമായ പൂക്കൾ, പലതരത്തിലുള്ളതായ പൂക്കൾ, പല നിറത്തിലുള്ളതായ പൂക്കൾ, വസന്ത ഭംഗി. എത്ര മനോഹരമാണ് ഈ ലോകത്തിൻ്റെ അനേക കാര്യങ്ങൾ. ദൈവം നിർമ്മിച്ച പൂക്കളെ ഓർക്കൂ മകളെ എന്നാണ് അവളോട് പറയുന്നത്. മധുരമായി പാടുന്നതായ എത്രയോ കിളികളെ നമുക്ക് കാണാനായിട്ട് പറ്റും. എത്രയോ കിളികളാണ് മധുരമായിട്ട് ആലപിക്കുന്നത്. രാവിലെ എഴുന്നേറ്റാൽ ആ മധുര കളകളാരവങ്ങൾ എത്ര മനോഹരമായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും എന്നെല്ലാം ആ മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ അതെല്ലാം കേട്ടിട്ട് അവൾക്ക് യാതൊരു ആശ്വാസവും കിട്ടിയില്ല. അവൾ പറഞ്ഞു, അപ്പൻ എന്നെ ബുദ്ധിയുള്ള ഒരു കുട്ടിയായി വളർന്നു വരാനായിട്ട് അനേക വിഷയങ്ങൾ അപ്പൻ പഠിപ്പിച്ചു. ചരിത്രം പഠിപ്പിച്ചു, സാഹിത്യം പഠിപ്പിച്ചു, ശാസ്ത്രം പഠിപ്പിച്ചു, സമ്പത്തുണ്ടാക്കുന്നത് എങ്ങനെയെന്നെല്ലാം എന്നെ പഠിപ്പിച്ചു, സുന്ദരിയായി അണിഞ്ഞൊരുങ്ങാൻ എന്നെ പഠിപ്പിച്ചു. എന്നാൽ എങ്ങനെയാണ് സമാധാനത്തോടെ മരിക്കേണ്ടതെന്ന് അപ്പൻ എന്നെ പഠിപ്പിച്ചില്ലല്ലോ അപ്പാ എന്ന് പറഞ്ഞു. എൻ്റെ ഉള്ളിൽ സമാധാനമില്ല, എൻ്റെ ഉള്ളിൽ ഞെരുക്കമാണ്, എൻ്റെ ഉള്ളിൽ വേദനയാണ്, എൻ്റെ ഉള്ളിൽ നിരാശയാണ്. നിരാശമുറ്റിയ വാക്കുകൾ അവളുടെ ഉള്ളിൽ നിന്ന് കടന്നു വരികയാണ്. ഒരു പീസ്ഫുൾ ഡിപ്പാർച്ചറിന് ആ പെൺകുട്ടിക്ക് സാധ്യമായി തീർന്നില്ല. പീസ്ഫുൾ ഡിപ്പാർച്ചർ ഉണ്ടാകണമെങ്കിൽ രക്ഷകനെ കണ്ടെത്തിയേ പറ്റൂ. മഹാനായ വോൾട്ടയർ മരണത്തോടടുത്ത് കിടക്കുമ്പോൾ കൊടിയ നിരാശയിലായി തന്നെത്താൻ പ്രാഗിയും ശപിച്ചും ഒടുവിലത്തെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയാണ്. മരണത്തോടടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിതാ നരകാഗ്നിയിലേക്ക് താണു പോകുകയാണ്. എന്നെ ഈ കൊടും തീയിൽ നിന്ന് രക്ഷിപ്പാൻ ആരുമില്ലല്ലോ എന്ന് അദ്ദേഹം നിലവിളിക്കുകയാണ്. അനേകരായിരിക്കുന്ന ആളുകൾ, നിരീശ്വരന്മാർ, പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയാതെ ജീവിച്ച അനേകം ആളുകളുടെ മരണം, അവരുടെ ജീവിത അന്ത്യം പരിശോധിക്കുമ്പോൾ വളരെ ഭീകരമായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഒരു സത്യമാണ്. ഞാനിതാ നരകാഗ്നിയിലേക്ക് താണു പോകുകയാണ്. ഈ കൊടും തീയിൽ നിന്ന് രക്ഷിപ്പാൻ എനിക്ക് ആരുമില്ലല്ലോ എന്നാണ് പറയുന്നത്. ധ്യാനയന്ത്രത്തിൽ ഒരാപ്തവാക്യമുണ്ട്, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുപ്പിൻ. യൂദായുടെ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്ന ആ വാക്യം പലപ്പോഴും ധ്യാനയന്ത്രത്തിൻ്റെ ഒരാപ്തവാക്യമായിട്ടാണ് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പീസ്ഫുൾ ഡിപ്പാർച്ചർ നമുക്ക് വേണ്ടയോ? ഇന്നുവരെ ജീവിച്ചതുപോലെ ജീവിച്ചാൽ മതിയോ? പീസ്ഫുൾ ഡിപ്പാർച്ചർ ഉണ്ടാകണമെങ്കിൽ പേഴ്സണൽ സാൽവേഷൻ ജീവിതത്തിലേക്ക് കടന്നു വരണം. വ്യക്തിപരമായ ഒരു രക്ഷയുടെ അനുഭവം ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ ഈ പറയുന്നതായ ഒരു സമാധാനപരമായ വേർപാട് ലഭിക്കത്തുള്ളൂ. ശിമയോൻ പറഞ്ഞത്, നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ്. യേശുവിനെ കരതലങ്ങളിൽ എന്തിക്കൊണ്ട് നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് ആ വാക്യത്തിൽ ലൂക്കോസ് 2:31 നമ്മൾ വായിച്ചു കേൾക്കുകയാണ്. സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാണ് ലോകത്തിൽ ഈ ഭുജാതനായി കടന്നു വന്നിരിക്കുന്ന ഈ ദൈവത്തെയാണ് അറിയേണ്ടത്, അനുഭവിക്കേണ്ടത്. അത് എൻ്റെ സ്വന്തമാക്കിയെങ്കിലേ എനിക്ക് പ്രയോജനമുള്ളൂ. യേശുവിനെ സ്വന്തമാക്കുന്ന ഒരു പ്രക്രിയയാണ് ജീവിതത്തിൽ നടക്കേണ്ടത്.
എങ്ങനെയാണ് യേശുവിനെ സ്വന്തമാക്കുക? യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. എൻ്റെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കുന്നുവെങ്കിൽ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും. ഞാനും എൻ്റെ പിതാവും കൂടി നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഉള്ളിൽ വന്ന് വാസമാരംഭിക്കും എന്നാണ്. ക്രിസ്തുവിനെ എങ്ങനെയാണ് നേടുക? ക്രിസ്തു തന്നിരിക്കുന്ന കൽപ്പനകളെ പാലിച്ചിട്ടല്ലാതെ, ദൈവം തന്നിരിക്കുന്ന കൽപ്പനകളെ ഓരോ സമയത്തും പാലിച്ചിട്ടല്ലാതെ ഒരു വ്യക്തികൾക്കും ക്രിസ്തുവിനെ നേടുവാനായിട്ട്, ഈ സാൽവേഷൻ നേടുവാനായിട്ട്, പേഴ്സണൽ സാൽവേഷൻ നേടുവാനായിട്ട്, വ്യക്തിപരമായ രക്ഷ നേടുവാനായിട്ട് സാധ്യമല്ലെന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ക്രിസ്തു ക്രൂശിൽ മരിച്ചത് മാനവജാതിയുടെ പാപപരിഹാരത്തിനാണെന്ന് അനേകർക്കറിയാം. എന്നാൽ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ യേശു ഏറ്റു എന്ന് വിശ്വസിച്ച് തന്മൂലമുള്ള പാപക്ഷമയും തുടർന്ന് പാപം ചെയ്യാതെ ജീവിക്കണമെന്നുള്ള അടക്കാനാകാത്ത ആഗ്രഹവും എനിക്കുണ്ടാകുമ്പോഴാണ് രക്ഷ സ്വായത്തമാക്കുന്നത്. അനുതാപ ഹൃദയത്തോടെ അടുത്തു വന്ന് സത്യകുംഭസാരം നടത്തുന്ന, പാപത്തെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്ന ആ വലിയ അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ തിരുശരീര രക്തങ്ങളായി അനുഭവിച്ച് ആത്മനിറവോടെ ജീവിക്കുന്ന ആ അനുഭവമാണ് പേഴ്സണൽ സാൽവേഷനിൽ കൂടെ കടന്നു വരുന്നത്. അതാണ് എന്നുള്ളത് ദൈവമക്കളെ നമ്മൾ അറിയേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുമോ? ഒന്ന് ഏറ്റുവാങ്ങാമോ? ആ ശമയോൻ സ്വീകരിച്ചതായ ക്രിസ്തുവിനെ നമ്മളുടെ കരങ്ങളിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് സ്വീകരിക്കണം. ആ കല്ലിടാവിൽ പിറന്നതായ, പുൽക്കൂട്ടിൽ വയ്ക്കപ്പെട്ടതായ ആ ക്രിസ്തുവിനെ നമ്മുടെ ആ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാനായിട്ട് നമുക്ക് കഴിയണം. പൂർണ്ണ ഹൃദയത്തോടെ സ്വന്തം ആവശ്യപ്രകാരം ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ നമ്മുടെ ഹൃദയം വാഞ്ചിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? എങ്കിൽ ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൻ്റെ കർത്താവും രക്ഷിതാവും നാഥനുമായി ആരൊക്കെയാണോ സ്വീകരിക്കുന്നത്, അവിടെയാണ് അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനം ജീവിതത്തിൽ എടുക്കുക. കർത്താവേ, ഞാൻ എൻ്റെ രക്ഷകനായി നിന്നെ സ്വീകരിക്കുകയാണ്. നിൻ്റെ കൽപ്പനകൾ പാലിച്ച് വിശുദ്ധിയോടെ ജീവിക്കുവാൻ എന്നെ നീ പ്രാപ്തനാക്കണം. ഒരു പേഴ്സണൽ സാൽവേഷൻ എനിക്ക് തരണം. പേഴ്സണൽ സാൽവേഷൻ ലഭിക്കാൻ ശമയോന് സാധിച്ചതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. 2:25 വായിക്കുന്നത്, ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു എന്നാണ്. ഒരാഗ്രഹമുണ്ടാവണം, ഒരു താല്പര്യമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, 750 വർഷത്തിലേറെ ഉള്ള കാത്തിരിപ്പ്, ഒരു പേഷ്യൻ വെയിറ്റിംഗ്, ഒരു നീണ്ട ക്ഷമയുടെ കാത്തിരിപ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ശമയോൻ നെടുനാൾ കാത്തിരുന്നു ക്രിസ്തുവിനെ ഒന്ന് കാണാൻ, ദൈവം അയച്ച രക്ഷയെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ ആഗ്രഹിച്ചിരുന്നു. ദൈവ പൈതലേ, കാത്തിരിക്കാതെ ക്രിസ്തു നിൻ്റെ അരികത്ത് വന്നിരിക്കുകയല്ലേ? നീ കാത്തിരുന്നിട്ടില്ലേ? കാത്തിരുന്ന് പ്രാർത്ഥിച്ചില്ല, ആഗ്രഹിച്ചില്ല. ക്രിസ്തു ഇതാ നിന്നെ തേടി വന്നിരിക്കുക. അതായത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ക്രിസ്തു നമ്മെ തേടി വന്നിരിക്കുകയാണ്. എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാനിടയായി, എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതിയായി. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജാതിയോട് ഇതാ ഞാൻ എന്ന് പറഞ്ഞു. യെശയ്യാവ് 65 1-ാമത്തെ വാക്യമാണ്. അപ്പോൾ അറിയുക, ഒന്നാമത്തേത് പീസ്ഫുൾ ഡിപ്പാർച്ചറാണ്, രണ്ടാമത്തേത് പേഴ്സണൽ സാൽവേഷനാണ്, മൂന്നാമത്തേത് പേഷ്യൻ വെയിറ്റിംഗ് ആണ്, നാലാമത്തേത് പ്ലസൻറ്റ് പ്രേസ് ആണ്, സന്തോഷം നിറഞ്ഞ സ്തുതിയാണ്. ശിമിയോൻ യേശുവിനെ കരങ്ങളിലേന്തി ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. ദൈവത്തെ സ്തുതിച്ചു എന്നാണ് ലൂക്കോസ് 2:28 പറയുന്നത്. ദീർഘ സംവത്സരങ്ങളുടെ കാത്തിരിപ്പ് ഫലപ്പെട്ടല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിച്ചു. ദൈവം തൻ്റെ വചനം നിറവേറ്റിയല്ലോ എന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, പാടി പുകഴ്ത്തുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിച്ച് പുകഴ്ത്തുന്നതായ അനുഗ്രഹം, ദേവാലയത്തിൽ വരാനുള്ള നിയോഗം എനിക്കുണ്ടായല്ലോ. സമാധാനത്തോടെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ ദൈവം എനിക്ക് സൗഭാഗ്യവും അനുഗ്രഹങ്ങളും ധാരാളമായി തന്നല്ലോ എന്നുള്ളതായ ആ വലിയ അനുഗ്രഹത്തിൻ്റെ നിറവ്, അത് സംതൃപ്തിയുടെ സ്തുതിയാണ്, അത് കൃതാർത്ഥതയുടെ സ്തുതിയാണ്, അത്
അത് രക്ഷയുടെ സ്തുതിയാണ്, അത് സമാധാനത്തിൻ്റെ സ്തുതിയാണ്, അത് സന്തോഷത്തിൻ്റെ സ്തുതിയാണ്, അത് നന്ദിയുടെ സ്തുതിയാണ്, അത് രക്ഷകന് ലഭിച്ചല്ലോ എന്നുള്ള ചാരിതാർത്ഥ്യത്തിൻ്റെ സ്തുതിയാണ്, അത് അർഹതയില്ലാത്തത് കിട്ടിയല്ലോ എന്നുള്ള അത്ഭുതത്തിൻ്റെ സ്തുതിയാണത്. അത് ആരാധനാ പാത്രമായ യേശുവിനെ കയ്യിലേന്തിക്കൊണ്ടുള്ള അനുഗ്രഹീതമായ ഒരു സ്തുതിയാണത്. അത് വിശുദ്ധാരാധനയുടെ സ്തുതിയാണത്. അത് ആത്മനിറവിൻ്റെ സ്തുതിയാണത്. ദൈവമക്കളെ, യേശുവിനെ വിശുദ്ധിയിൽ സ്തുതിപ്പാനുള്ള ആഗ്രഹം നമുക്കുണ്ടോ? നമ്മുടെ ഹൃദയം രക്ഷയെക്കുറിച്ചുള്ള നിർണയം കൊണ്ട് ഈ ദിവസം നിറയുവാനായിട്ടിടയായി തീരട്ടെ. സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ നിൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ രക്ഷകൻ അടുത്തു നിൽക്കുന്നു. അവനേറ്റുവാങ്ങി സ്തുതിക്കണം. തന്നെ നമുക്ക് തരുവാൻ ക്രൂശിൽ മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ട ആ ക്രിസ്തു ഇന്നുള്ളത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ഉള്ളത്തിലേക്ക് കൈക്കൊള്ളാമോ? ആ അനുഗ്രഹകരമായ ആ കൃപയിലേക്ക് അടുത്തു വരാമോ? അതുകൊണ്ട് ഒരു വാക്ക് ക്രിസ്തുവിനോട് പറ, കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് ആഗ്രഹത്തോടെ എല്ലാ മക്കളും ഒന്ന് പറഞ്ഞ് ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ആ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ, ഇതാ കർത്താവ് അടുത്തു നിൽക്കുകയാണ്. ആ കർത്തനെ എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ചാട്ടെ. വീണ്ടെടുപ്പുകാരൻ ജീവിതത്തിലേക്ക് വരട്ടെ. മകനെ, മകളെ, കൽപ്പനാ ലംഘനങ്ങൾ നടത്തി പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ ഇന്ന് ഈ ദിവസം ഒരു തീരുമാനമെടുത്ത് ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വാ. മാർത്തയെ, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. അല്ല, അല്പമേ വേണ്ടൂ, ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്ക്. കർത്താവെ, പാദപീഠത്തിൽ ഇരിപ്പാൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. രക്ഷകനായ അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ വാഴണം. പുൽക്കൂട്ടിൽ പിറന്ന അങ്ങ് എൻ്റെ ഹൃദയത്തിൽ ജനിക്കണം. കർത്താവെ, നിന്നെ അറിഞ്ഞും അനുഭവിച്ചും നിത്യജീവനായി ഓടുവാൻ, ഒരു പീസ്ഫുൾ ഡിപ്പാർച്ചർ നടക്കുവാൻ, അനുഗ്രഹകരമായ സാൽവേഷൻ പ്രാപിക്കുവാൻ, അനുഗ്രഹീതമായ ജീവിതത്തിനായി എന്നെ ഒരുക്കണമേ, ഞങ്ങളെ ഒരുക്കണമേ. നിൻ്റെ പ്രിയ മക്കളെയെല്ലാം വാഴ്ത്തണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ഭാരങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, പ്രതിസന്ധികൾ മാറ്റണമേ. അത്ഭുതകരമായ കരം നീട്ടണമേ. അനുഗ്രഹിക്കണമേ. പരിശുദ്ധ സഭയോട് കരുണയായിരിക്കണമേ. സഭയെ കാത്തു പരിപാലിക്കണമേ. അത്ഭുതകരങ്ങളിലേക്ക് താഴ്ത്തി തരുന്നു. പ്രാർത്ഥന കേട്ട വൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ. എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുമസിൻ്റെ നാളുകളിലൂടെ നാം സഞ്ചരിക്കുകയാണ്. എത്രയും ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛനിലൂടെ ശ്രേഷ്ഠമായ ദൂത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1:35 അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നെല്ലിടും. ദൈവമക്കളെ, പരിശുദ്ധ കന്യകമറിയാമിനോട് മാലാഖ പറഞ്ഞതാണ്. ആ സ്വർഗീയമായ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പരിശുദ്ധ കന്യകമറിയാമിൽ വന്ന് നിറഞ്ഞപ്പോഴാണ് രക്ഷകനെ നമുക്ക് ലഭിച്ചത്. ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന രക്ഷകൻ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീരാൻ, നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ, ഈ ഭൂമിയിലേക്ക് ജാതനാകാൻ പരിശുദ്ധ കന്യകമറിയാം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ചപ്പോൾ അത്യുന്നതൻ്റെ ശക്തി അവളിൽ നിറഞ്ഞു. ദൈവമക്കളെ, നമുക്ക് വിശുദ്ധ മാമോദീസായിൽ യേശുവിനെ ലഭിച്ചതാണ്. യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നതാണ്. എന്നാൽ യേശു നമ്മെ നയിക്കുന്ന ഒരനുഭവം ഉണ്ടാകണമെങ്കിൽ യേശു നമ്മുടെ ഹൃദയത്തിൽ വാണ് ഓരോ നിമിഷവും നമ്മെ നയിക്കാൻ നാം നമ്മെ വിട്ടുകൊടുക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആ അത്യുന്നതമായ ആ ശക്തി നമ്മിൽ നിറയുമ്പോഴാണ് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാനും പരിശുദ്ധാത്മാവ്, അതേ ദൈവം നമ്മെ നയിക്കുന്ന ഒരനുഭവത്തിൽ നമുക്ക് ജീവിക്കാനാവുക. അതുകൊണ്ട് പരിശുദ്ധ കന്യകമറിയാൻ സമർപ്പിച്ചതുപോലെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നാം മാമോദീസ മുങ്ങിയപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് യേശു വന്നതാണ്.
യേശുവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മയാണ് നാം ഇപ്പോൾ ആഘോഷിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് പാപങ്ങൾ ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ യേശു നമ്മളെ നയിക്കും, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. അതിന് നമ്മുടെ ജീവിതത്തെ നമുക്ക് വിട്ടുകൊടുക്കാം. ആ മഹാസന്തോഷത്തിൻ്റെ സുദിനം സ്വർഗീയമായ സന്തോഷത്തോടെ ആചരിക്കുവാൻ ദൈവം തമ്പുരാൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുമസിൻ്റെ ആശംസകൾ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ക്രിസ്തുമസിൻ്റെ ആശംസകൾ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ യേശുനാമത്തിൽ സമർപ്പിക്കുകയാണ്. ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ തിരുവനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ നല്ല ആവശ്യങ്ങൾ സ്വർഗം ഏറ്റെടുത്ത് ആ മക്കളെ അളവില്ലാതെ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ വർഷം ഇനി അധികം ദിനങ്ങൾ നമുക്കില്ല. ക്രിസ്തുമസും പുതുവത്സരവും നാം കാത്തിരിക്കുകയാണ്. അതെല്ലാം വലിയ ആത്മനിറവിലായിരിക്കുവാൻ നമുക്കൊരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കാനായി പരിശുദ്ധ കന്യാമറിയാമിനെ പോലെ നമുക്ക് നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. ദൈവമക്കളെ, എല്ലാ ശനിയാഴ്ചയും ധ്യാനമുണ്ട്. അതുപോലെ യൂട്യൂബിൽ തിരുവനാഗ്നി ധ്യാനം, എവൻഗേലിയൻ സന്ദേശം, ഗൂഗിൾ മീറ്റിൽ ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, വചനധ്യാനം, കൂടാതെ ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതല വഹിക്കുന്ന അഭിയന്യ മാത്യൂസ് മാർ അഫ്രേം തിരുമനസ്സുകൊണ്ട് ബൈബിൾ ക്ലാസ് എടുക്കുന്നു. രണ്ടാം ശനിക്ക് മുമ്പുള്ള ബുധനാഴ്ച ആരംഭിക്കുന്ന ആന്തരിക സൗഖ്യധ്യാനം എല്ലാം നിങ്ങൾക്കറിയാം. എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഇതിലെല്ലാം വന്ന് സംബന്ധിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ധ്യാനകേന്ദ്രം ദാനമായി തന്ന കുടുംബത്തെ ഓർക്കുന്നു, ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ധ്യാനകേന്ദ്രത്തെ സഹായിച്ചിട്ടുള്ള എല്ലാ മക്കളെയും, ധ്യാനകേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട ആചാര്യന്മാരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ശുശ്രൂഷകരെയും എല്ലാം ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വെച്ച്, ദൈവമേ അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് വീണ്ടും വിനയത്തോടെ പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടെ ക്രിസ്തുമസിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും, നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ, സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമീൻ.